ഇതാണോ ഇപ്പൊ കൂട്ടിക്കൊണ്ടുവന്നത്? ഇവള് ഞങ്ങളുടെ മകളാണെന്ന് പറയാൻ പോലും ഇപ്പൊ ഞങ്ങൾക്ക് നാണക്കേടാ. എന്നാ ഇനി നിങ്ങളൊക്കെ നവ്യ ഈ വീട്ടിൽ ഒരു അംഗമായിട്ട് കണ്ടേ പറ്റൂ. നന്ദു, പലപ്പോഴും അൺനോൺ മെസ്സേജ് അയച്ച് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത് നമിത എന്നൊരു പെൺകുട്ടിയാണ്. അത് ചെയ്യിച്ചത് ഈ നിൽക്കുന്ന നിന്റെ ചേച്ചിയാ. അമ്മ പോയി ചന്തുമോൾ അഭിയുടെ കുഞ്ഞാണെന്ന് ചേച്ചിയോട് പറഞ്ഞപ്പോ ചേച്ചി അത് വിശ്വസിക്കാതെ പോയെങ്കിലും 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. സത്യവും മനസ്സിലായി. അതിനുശേഷം അഭിയെ തകർക്കാൻ വേണ്ടിയിട്ടാ ഏം ജ്വല്ലറിയിലേക്ക് പോയതും അവിടെ മോഡലായിട്ട് തുടർന്നതും. സത്യാണോ ഞങ്ങൾ ഈ കേൾക്കുന്നതൊക്കെ? അച്ഛാ, അല്ലെങ്കിൽ പിന്നെ നവ്യം കുട്ടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമോ? എല്ലാരും സത്യം അറിഞ്ഞിട്ട് എന്റെ അടുത്തുനിന്ന് ഒരുപാട് നാളത് മറച്ചു വെച്ചു. അതിന്റെ ദേഷ്യ ഞാൻ എല്ലാരോടും കാണിച്ചത്. മോനെ വാ. ഓ ദാര് നോക്ക്. വാവേ ചേച്ചി, മുത്തശ്ശൻ. ഞാനന്ന് അഭിയെ ചേച്ചിയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോയതിന്റെ ദേഷ്യമൊക്കെ തീർന്നോ? ആ ദേഷ്യം തീർന്നിട്ടില്ല. അന്ന് നീ ലോക്കപ്പിലിട്ട് അവനെ അങ്ങനെ തല്ലിയാ പോരായിരുന്നു. അവന്റെ വാരിയല്ലടിച്ച് പൊട്ടിക്കണായിരുന്നു. അവനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത പരുവത്തിലാക്കണമായിരുന്നു. അഭിയെ പറ്റി കൂടുതൽ കഥകൾ അറിഞ്ഞ ശേഷം ഞങ്ങൾ നെഞ്ചിനകത്ത് തീയായിട്ട് നടക്കുകയായിരുന്നു മോളെ. മോളുടെയും കുഞ്ഞിന്റെയും കാര്യം ഓർത്തിട്ട് ഞങ്ങൾ ആകെ സങ്കടത്തിലായിരുന്നു. എനിക്കിനി അവനെ എന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയണം. പക്ഷെ അതിനു മുമ്പ് അവനെ കുറച്ചുകൂടെ കുരങ്ങ് കളിപ്പിക്കണമെന്നുണ്ട്. അഭിയും അവന്റെ അമ്മയും പെങ്ങളും അല്ലാതെ ബാക്കി എല്ലാവരും ഇത് അറിഞ്ഞോ? അറിഞ്ഞു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട്. ശരിക്കും ആ തറവാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടത് അവനാ. അതെനിക്കറിയാമേ. അവനെ ഞാൻ പുറത്താക്കും. അവൻ അർഹിക്കുന്ന ശിക്ഷ അവനെ തേടി വരികയും ചെയ്യും. അപ്പോ കാണേണ്ട ആളെ കണ്ടല്ലോ. ഇനി ഞാൻ അങ്ങോട്ട് പോവുക. അതെന്തൊരു പോക്കാ മോനെ. ഒരുപാട് നാള് കൂടിയല്ലേ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോയാ മതി. അത് മതി ആദർശേട്ടാ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ദേ, നിന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും എനിക്ക് കുഞ്ഞുമോനെ കാണാത്തന്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ വാവേ? നീ എന്നാ അടുക്കളയോട്ട് ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേ. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശനെ, കൊച്ചുമോനെ കിട്ടിയപ്പോ എന്നെ ഓടിക്കുവാണോ? വാവേ